പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹത്തായ ഉദ്ഹിയ്യത്ത് കർമ്മം ഇൻഷാ അല്ലാഹ് വിതരണം നടക്കാനിരിക്കുകയാണ്. സഹകരിച്ച ക്ഷമിച്ച എല്ലാവർക്കും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആദരണീയനായ മർഹൂം ശൈഖുന ഇ.വി. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഉപദേശത്തോടുകൂടെ SSF അകലാട് മഹല്ല് കമ്മിറ്റി 28 വർഷമായി നമ്മുടെ മഹത്തായ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് നമ്മുടെ ഉദ്ഹിയ്യത്ത്. പരിപൂർണമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഉദ്ഹിയ്യത്തിന്റെ നിയമങ്ങൾ കഴിവിന്റെ പരമാവധി ശിരസാ വഹിച്ച് നിയമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനും അവരുടെ ഉപദേശങ്ങൾക്കും വഴങ്ങി തന്നെയാണ് നമ്മുടെ സംഘടന ഈ ഉദ്ഹിയ്യത്ത് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ പണ്ഡിതന്മാരുടെ പണ്ഡിതോചിതമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. പണ്ഡിതന്മാരെ അനുസരിച്ച് അവരുടെ പൊരുത്തം സമ്പാദിച്ച് അവരെ സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധന വഴിയിലെ സംഘടന എന്ന് പറയുന്നത്. തീർച്ചയായും അത്തരം നല്ലൊരു വഴിയിലൂടെയാണ് നമ്മുടെ സംഘടന ഈ ഉദ്ഹിയ്യത്ത് 28ാമത് ഉദ്ഹിയ്യത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഉദ്ഹിയ്യത്തിലേക്ക് ഷെയറുകൾ നൽകിയിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കും ഒരുപാട് ആളുകൾ ഷെയർ ഏറ്റെടുത്തവരുണ്ട്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നടക്കുന്ന ഉദ്ഹിയ്യത്താണ് നമ്മുടെ ഉദ്ഹിയ്യത്ത്. അടുത്ത വർഷം ഉദ്ഹിയ്യത്തിലേക്ക് ഷെയർ കൊടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് കൊടുത്താൽ അടുത്ത വർഷത്തെ ഉദ്ഹിയ്യത്തിന് നമുക്കും പങ്കുചേരാൻ കഴിയും. പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും ചരിത്ര സംഭവത്തെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്മരണയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഒരു ആണ്ട് ഉറൂസിന് സമാനമായി ഉറൂസ് തന്നെയാണ് നമ്മുടെ ഉദ്ഹിയ്യത്ത്. ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ചരിത്രം വിശാലമാണ്. ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, സമയത്തിന്റെ ലഭ്യത മനസ്സിലാക്കി ഞാൻ കടക്കുന്നില്ല. ആ വലിയ ഒരു സംഭവം അതാണ് നമ്മുടെ ഉദ്ഹിയ്യത്ത്. മഹത്തുക്കളായ അമ്പിയാക്കളിലൂടെയും പൂർവികരായ പണ്ഡിതന്മാരും നമുക്ക് കാണിച്ചു തന്നൊരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. കേവലം പോത്തിനെ അറക്കുന്നത് കൊണ്ട് അത് ഉദ്ഹിയ്യത്താവുന്നില്ല. ഉദ്ഹിയ്യത്തിന്റെ നിയമങ്ങളും ഉദ്ഹിയ്യത്ത് പോത്തിന് കാണിക്കേണ്ട നിയമങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ട് അറക്കപ്പെടുന്ന ഒരു പരിശുദ്ധമായ കർമ്മത്തെയാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. പോത്തിന് അറക്കലാണ് ഉദ്ഹിയ്യത്തെങ്കിൽ നമ്മുടെ അറവുശാലകളിലെ അറവുകളൊക്കെ ഉദ്ഹിയ്യത്തായി മാറിയേനെ. പക്ഷേ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് നിയമങ്ങളും പ്രത്യേകമായ നിർദ്ദേശങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അറക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. അതൊരു ഇബാദത്താണ്. നാളെ സ്വർഗലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള ഉദ്ഹിയ്യത്തിന്റെ അവകാശികൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമാണ് ഉദ്ഹിയ്യത്തിന്റെ വാഹനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പറയാൻ തന്നെ പ്രത്യേകമായ കാരണങ്ങൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ഹിയ്യത്തിന്റെ വിതരണം നടക്കാനിരിക്കുകയാണ്. നമ്മുടെ വേദിയിൽ പ്രിയപ്പെട്ട അകലാടിന്റെ ആത്മീയ ജ്യോതിസായി ഒരുപാട് കറാമത്തുകളെ കൊണ്ട് നമ്മുടെ അകലാടും പരിസര പ്രദേശങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഷെയ്ഖ് അഹ്മദ് ദർവേഷ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു നമ്മുടെ ഈ ചാരത്ത് കിടക്കുന്ന മഹാനാണ്. അകലാട്ടുകാർക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഒരുപാട് മഹാന്മാർ നമ്മുടെ ആച്ചപ്പുള്ളി കുഞ്ഞു മുഹമ്മദ് മുസ്തിയാർ, ഹാഫിൽ അവർ മുസ്തിയാർ, ഇ.വി. ഉസ്താദ്, അതുപോലെ സൈദാലി മുസ്തിയാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്ന നമ്മുടെ ഈ പള്ളിക്കാട്, നമ്മുടെ ഈ ഖബർസ്ഥാനി, ഈ മഹാനുഭാവന്റെ ദർവേഷ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ നമ്മുടെ വേദിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് നമ്മുടെ കർമ്മം ഉദ്ഘാടനം നിർവഹിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. സമയത്തിന്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ SSFന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഏർപ്പെടുത്തുന്ന ഒരു സഹകരണ പ്രവർത്തനമായതുകൊണ്ട് ചെറിയ ഫാൾട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ
ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ടോക്കൺ നമ്മൾ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കൊടുത്ത ആളുകൾ ലൈനിൽ നിൽക്കുക. ഇല്ലാത്തവരെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ് നമ്മുടെ ഇറച്ചി ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൂടി നൽകും. ആരെയും ഇറച്ചി ഇവിടെ ബാക്കി വെച്ച് മടക്കി പറഞ്ഞേക്കൂല ഇൻഷാ അല്ലാഹ്. ഇവിടെ ഉള്ളതുപോലെ ഉള്ളവർക്കൊക്കെ നൽകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അടുത്ത വർഷം നമ്മുടെ മഹല്ല് മൊത്തം കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരുപാട് പോത്തുകൾ ഇറക്കാനും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സദസ് ഉസ്താദുമാർക്ക് കൈമാറി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.